ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ബ്രാൻഡാണ് കേട്ടോ. ഒന്ന് ഗാർഡൻ ടു ടേബിൾ ആൻഡ് ഫോറസ്റ്റ് ഫ്രഷ്. ഈ രണ്ട് ബ്രാൻഡിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കിടാൻ പോകുന്നത്. ഗാർഡൻ ടു ടേബിളിന്റെ അടിപൊളി ഫ്രൂട്ട് കേക്കാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിന് നമുക്ക് 200 grams ബട്ടർ, 200 grams ഷുഗർ, അത് ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ്. ആദ്യം നമുക്ക് ബട്ടറും ഷുഗറും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗറും ബട്ടറും ഒന്ന് ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ 4 eggs ആണ്, അതും കൂടെ ആഡ് ചെയ്യാം. ഈ ഫ്രൂട്ട് കേക്കാണ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് കേക്ക് ടു മേക്ക്. 200 grams മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1.5 ടീസ്പൂൺ ഗ്രൗണ്ട് മസാല, നമ്മൾ വീട്ടിൽ തന്നെ സ്പൈസ് മിക്സ് ചെയ്തതുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഷുഗർ കാരമലൈസ് ചെയ്തത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നമുക്ക് കാരമലൈസ് ഷുഗർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ എസൻസും കൂടെ ആഡ് ചെയ്യാവേ. നിങ്ങളുടെ റിക്വയർമെൻറ്റ് പോലെ ഞാനിവിടെ എപ്പോഴും ഇതിൻ്റെ കൂടെ ഇത്തിരി റം ആഡ് ചെയ്യാറുണ്ട്, ആവശ്യമുള്ളവർക്ക് മാത്രം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം സോക്ഡ് ഫ്രൂട്ട്സ് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 600 grams. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബേക്കിംഗ് ടൈം കൂടുതലാണ്, ഒരു 1.5 hours എങ്കിലും ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഉണ്ടാവും. ഫസ്റ്റ് ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ കേക്ക് വെച്ച് ഒരു 1/2 hour കഴിയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ ലോ 160ലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ മുകളും കരിഞ്ഞു പോവും, താഴും കരിഞ്ഞു പോവും, ഇൻസൈഡ് വേവ്. കേക്കിൻ്റെ ടിന്ന് നമ്മൾ ബട്ടർ തേച്ച് അടിയിലും സൈഡിലും ലൈനിങ് ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്തിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്തത് രണ്ട് മോൾഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്കിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. ഇമ്മീഡിയറ്റ്ലി നിങ്ങളിത് പുറത്തേക്ക് എടുക്കരുത്. ഒരു 5 minutes ഓവൻ ഓഫാക്കി അതിനകത്ത് തന്നെ ഇരുന്നിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, ഒന്ന് നോക്കിയാലോ? ഇത് കുത്തി നോക്കണം, അത് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാല്ലേ? യെസ്. ഈ കേക്ക് എത്ര ദിവസമാണ് എത്ര ദിവസം നമുക്ക് സൂക്ഷിക്കാനായിട്ട് വരും? ഇത് ആക്ച്വലി ഇപ്പം ഒരു 1 month വരെയൊക്കെ പോകും. 1 month വരെ നമുക്ക് കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാളും കൂടെ പോകും, എന്നാലും 1 month കൂടെ പോകും. പിന്നെ എല്ലാം ബട്ടറൊക്കെ ആയതുകൊണ്ടാണ് അധികം സോഫ്റ്റ് അല്ലേ. ഫ്രൂട്ട്സിന്റെ ഓരോന്നിന്റെയും ടേസ്റ്റ് അടിപൊളി. നല്ല ഫിഗൊക്കെ ഇങ്ങനെ ഫിഗൊക്കെ നല്ല കിടുകിടുന്ന് കടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റ്. ഗാർഡൻ ടു ടേബിളിന്റെ ഇത് തീയലിന്റെ ഗ്രേവി മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ചിത്ര ചേച്ചി നമുക്ക് ഈ ഒരു ഗ്രേവി മിക്സ് വെച്ചിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് തീയൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരും. നമ്മളപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇടുക. അതിൻ്റെ കൂടെ നിങ്ങൾ കരിവേപ്പിലയും കൂടി ഇടുക. എന്തോരം ചെറിയ ഉള്ളി ഇടുന്നോ അത്രയും നല്ലതാണേ. ചക്കക്കുരു മുരിങ്ങക്കോലും കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. എടുത്തിട്ട് ഈ കഷ്ണവും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് കൂടി ചേരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് തീയലിൻ്റെ ഗ്രേവി നമുക്ക് 1 സ്പൂൺ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നല്ല ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുളി ചേർക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ തീയൽ മിക്സ് ഗ്രേവിയുടെ മിക്സ് നമുക്ക് ആ നേരത്തെ വേവിച്ച് വെച്ചതിൻ്റെ വെള്ളം കൂടെ ആയിട്ട് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. 5 minutes കൊണ്ട് നമ്മുടെ തീയൽ റെഡി. ശരിക്കും തീയൽ വെക്കാന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ്. അരയ്ക്കണം, അത് പൊടിക്കണം, വറുക്കണം, എന്ത് പണിയാണല്ലോ. പക്ഷെ ഇത് 5 minute കൊണ്ട് ഉണ്ടാക്കിയ തീയലാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ട് തീയൽ ഉണ്ടാക്കണമെങ്കിൽ ഇവരുടെ ആ ഒരു ഗ്രേവി മിക്സ് തന്നെ വാങ്ങാനായിട്ട് പറ്റും. ഈസ്റ്ററൊക്കെ അല്ലേ, നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വൈൻ ഉണ്ടാക്കിയല്ലോ. ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കി തരാനായിട്ട് ഫോറസ്റ്റ് ഫ്രഷ് ബ്രാൻഡിൻ്റെ ചിത്ര ചേച്ചി റെഡിയാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kg ഗ്രേപ്പും 1 kg ഷുഗറുമാണ്. ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, 1 liter ഓഫ് വാട്ടർ. അപ്പോൾ എല്ലാം 1:1. ഓക്കെ, 1 kg ആകുമ്പം ഒരു 3 എണ്ണം വെച്ച് 3 ഗ്രാമ്പ്, 3 ഏലക്ക, 2 ഇഞ്ചിൻ്റെ 2 പട്ടയും കൂടി ആയിട്ട് ഒന്ന് ചതച്ചിട്ടിടാം. ഞാൻ പക്ഷേ ഇതൊന്നും ഇടാറില്ല, ബിക്കോസ് നമ്മളിത് ഇടുമ്പോഴത്തേക്കും ഈ സ്പൈസിൻ്റെ ടേസ്റ്റിലേക്ക് പോകും ഈ വൈൻ. നമുക്കതിൻ്റെ ഫ്രൂട്ട് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ആദ്യം. ഞാൻ ഈ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന പഴയ ഇതാണ്, കോലാണ്, ഞങ്ങൾ മത്തെന്നൊക്കെ പറയും. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇടാം. ആദ്യം ഇത്തിരി ഷുഗർ ഇടുക, അത് കഴിഞ്ഞിട്ട് ലെയർ ആയിട്ട്. അതെ ലെയർ ആയിട്ട്
എന്നിട്ട് നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി, അതായത് 1 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം, തിളപ്പിച്ച് ആറിയ വെള്ളം, അതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുക. ഇനി വേണ്ടിയവർക്ക് അത് ഈ സമയത്ത് സ്പൈസസ് വേണമെങ്കിൽ ഇടാം. പിന്നെ നല്ലൊരു വൈറ്റ് ക്ലോത്ത് കൊണ്ട് ഇതിൻ്റെ ഇത് അടച്ചു കിട്ടുക. ഇത് എവ്രി ഡേ, അങ്ങനെ ഒരു 4 ദിവസത്തേക്ക് ഇത് ഡെയിലി നമ്മളൊന്ന് ഇളക്കുക. പിന്നെ അത് തുറക്കണ്ട. 21 അത് ആ ഷുഗർ ഒന്ന് അലിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 21 ഡേയ്സ് കഴിയുമ്പോൾ ഇത് ഊറ്റിയെടുക്കുമ്പോൾ ഒരിക്കലും നമ്മളിത് പിഴിഞ്ഞെടുക്കരുത്. ആ ഗ്രേപ്സ് പിഴിയേണ്ട കാര്യമില്ല, ജസ്റ്റ് അങ്ങ് ഊറ്റി അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ ഇത് ശരിക്കും 21 ഡേയ്സിൻ്റെ വൈനാണ്. അപ്പോൾ ഈസ്റ്ററിന് വേണ്ടവർ ഇപ്പോഴേ വൈൻ ഇടണം. യെസ്. അപ്പോൾ നമുക്ക് ഇനി ഗാർഡൻ ടു ടേബിളിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫ്രഷിൻ്റെയും പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്ട്സുകളും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, നമ്മൾ ആക്ച്വലി ആദ്യം തന്നെ പരിചയപ്പെടാം മുളക് പൊടിയാണ്. നമുക്ക് 3 വെറൈറ്റിയുടെ മുളക് പൊടിയുണ്ട്. ഇത്തിരി എരിവുള്ള ഗുണ്ടൂർ ചില്ലി, അതായത് നോർമൽ ചില്ലി, പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്, പിരിയൻ മുളകും ഉണ്ട്. അതുപോലെ തന്നെയാണ് മല്ലിയും നമ്മൾ വാഷ് ചെയ്ത് റോസ്റ്റ് ചെയ്ത മല്ലി പൊടിച്ചതാണ്. പിന്നെ മഞ്ഞൾ, ഇത് നമ്മുടെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് മഞ്ഞൾ പൊടി. പിന്നെ കസ്തൂരി മഞ്ഞൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റെഡി ടു തീയൽ ഗ്രേവി, പിന്നെ ചിക്കൻ മസാല, സാമ്പാർ പൊടിയും ഈ പൊടി മാത്രം ചേർത്ത് നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ ഇത് ഗരം മസാല പൗഡറാണ്. ഇതിലൊരു 10 കൂട്ടം മസാലാസ് ചേർന്ന ഒരു ഗരം മസാല പൗഡറാണിത്. അച്ചാറ് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പൊടികൾ പരിചയപ്പെട്ടു ഗാർഡൻ ടു ടേബിളിൻ്റെ. ഇനി നമുക്ക് മസാലകൾ ചേച്ചി പരിചയപ്പെടുത്തും. ഇത് നമ്മുടെ സിനമൺ ആണ്. നമ്മുടെ നാട്ടിലുള്ള പട്ടമരത്തിൽ നിന്ന് അതിൻ്റെ ആ പുറത്തെ തോട് ചെത്തിയിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെ തോട് മാത്രം എടുത്തിട്ടുള്ള നാടൻ പട്ടയാണിത്. അതുപോലെ തന്നെയാണ് കുരുമുളകും ഗ്രാമ്പൂ. ഇതാണ് ക്ലോവ്സ്. ഇതും നല്ല. നെക്സ്റ്റ് വൺ ഏലക്ക നമ്മുടെ കയ്യിൽ 2 ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ഒരു 8 mm പ്ലസ് വരുന്ന ക്വാളിറ്റി, അതുകൂടാതെ ഒരു 6 to 7 mm ഉള്ളത് സ്റ്റാർ അനീസ്, ബേ ലീഫ്, അതുപോലെ തന്നെ ജീരകം, പെരുംജീരകം, ഉലുവ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ കൊടംപുളി, ഇത് ഏറ്റവും ബെസ്റ്റ് കൊടംപുളിയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. വാളംപുളിയൊക്കെ എത്രത്തോളം ഏജ്ഡ് ആവണമെന്നോ അത്രയും നല്ലതാണ് വാളംപുളി. ഇതൊക്കെ ഒത്തിരി ഏജ്ഡ് ആയ പുളികളാണ് ഇതെല്ലാം. തേനും അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം നമ്മുടെ തന്നെ ആളുടെ കൂടിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് ഒരു മിഡിൽ മാൻ ഇല്ല, നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതാണ്, വാങ്ങുന്നതാണ്. പിന്നെ ചുക്കാണുള്ളത്. ചുക്ക് നമ്മുടെ തന്നെ ഗാർഡനിൽ തന്നെയുള്ള ചുക്കാണ്. ഇത് വേണമെങ്കിൽ പൊടിച്ചു കൊടുക്കും, നമ്മൾ ഹോളായിട്ട് വേണമെങ്കിൽ ഹോളായിട്ട് കൊടുക്കും. പിന്നെ ഇത് നാച്ചുറൽ വിനിഗറാണ്. ഇപ്പം നാച്ചുറലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ അസിറ്റിക് വിനിഗറാണ്, പക്ഷേ ഇത് നമ്മുടെ നാച്ചുറൽ വിനിഗറാണ്. പിന്നെ നമ്മുടെ ഗ്രേപ്പ് വൈനും പൈനാപ്പിൾ വൈനും. അപ്പോൾ ഇതൊക്കെയാണ് ഗാർഡൻ ടു ടേബിളിന്റെ പ്രോഡക്ട്സ് റേഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 23-ലധികം 27 പ്രോഡക്ട്സുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഓൺ ഗ്രോയിങ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേച്ചി താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ ബിസിനസ് എല്ലാം. എന്തായാലും നല്ല കൈപ്പുണ്യമുണ്ട്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. നല്ല കേക്കും ആയിരുന്നു, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്ട്സുകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട.